അയ്യോ, പാവം എൻ്റെ അഞ്ജലി. ഇവരിത് എൻ്റെ അഞ്ജലിയെ പറ്റി തന്നെയല്ലേ പറഞ്ഞത്. പക്ഷെ അവൾക്ക് കല്യാണം ആരും പറയുന്ന കേട്ടില്ലല്ലോ. ഇനിയിപ്പോൾ എൻ്റെ അഞ്ജലി തന്നെയാണെങ്കിൽ പാവം. ആ അങ്കിളിനോട് ചോദിച്ചു നോക്കാം എന്താ സംഭവമെന്ന്. അല്ലെങ്കിൽ ആ ചേട്ടനോട് ചോദിച്ചു നോക്കാം. അയ്യോ, അല്ലെങ്കിൽ വേണ്ട, ചേട്ടനോട് ചോദിക്കുന്നത് വേണ്ട. ചേട്ടനും ആ മുത്തശ്ശിയും ഭയങ്കര ദേഷ്യക്കാരാണെന്നാ തോന്നുന്നത്. ഇനിയിപ്പോൾ ആരോടാ ഒന്ന് ചോദിക്കുക. അല്ലെങ്കിൽ വേണ്ട, ആ മുത്തശ്ശനോട് ചോദിച്ചു നോക്കാം. മുത്തശ്ശൻ പാവാ. മുത്തശ്ശ, മുത്തശ്ശ, നീ ആരോ മോനെ? എന്തിനാ ഇങ്ങനെ മുത്തശ്ശാന്ന് വിളിച്ചോണ്ടിരിക്കുന്നത്? മുത്തശ്ശ, നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ മോനെ, എന്താ കാര്യം? മോനെ, നീ വഴി തട്ടിയിട്ട് ഇവിടെ എത്തിയതാണോ മോനെ? ഇനിയിപ്പോ വഴി എന്തെങ്കിലും പറഞ്ഞു തരണോ? അല്ല മുത്തശ്ശ, അതൊന്നുമല്ല. നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാ വിളിച്ചേ. നീ പിന്നെ വാ മോനെ, ഇപ്പൊ എനിക്ക് കുറച്ച് ജോലിയുണ്ട്. അയ്യോ, പിന്നെ വന്നാലും ഇങ്ങനെ ശരിയാവും. ഇപ്പൊ തന്നെ ചോദിക്കാം. വേണ്ട മുത്തശ്ശ, എനിക്ക് നിങ്ങളോട് ഇപ്പൊ തന്നെ സംസാരിക്കണം. ആ എങ്കിലും എന്താ കാര്യം മോനെ പറ. മുത്തശ്ശ, നിങ്ങളിപ്പോ എവിടെയും പോവാനൊരുങ്ങിക്കുവാണോ? മോനെ, എനിക്ക് നീ ആരാ, ഏതാ, എന്താ എന്നൊന്നും അറിയില്ല. പിന്നെ നിന്നോട് ഞാനിപ്പോ ഇതൊക്കെ എന്തിനാ പറയണേ? മുത്തശ്ശ, നിങ്ങൾ ഇതുവരെ സംസാരിച്ചിരുന്നില്ലേ? അതൊക്കെ ഞാൻ അവിടെ നിന്ന് കേട്ടായിരുന്നേ. നിങ്ങൾ ഇതുവരെ അഞ്ജലി അഞ്ജലി എന്ന് പറഞ്ഞോണ്ടിരുന്നില്ലേ? അതെ, ആ സരോജൻ ചേച്ചിയുടെ മോളല്ലേ? ഹാ അതെ മോനെ, നിനക്ക് എങ്ങനെ അവരറിയാം? മുത്തശ്ശ, ആ അഞ്ജലിയും ഞാനും ഒരു ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവളെ നന്നായിട്ട് പഠിക്കും. അവൾക്ക് പഠിച്ചിട്ട് ഡോക്ടർ ആവണമെന്നാ ആഗ്രഹം. മുത്തശ്ശ, നിങ്ങളിപ്പോ ഇല്ലേ അഞ്ജലിനെ കൊണ്ട് ഈ ചേട്ടന് കല്യാണം കഴിച്ചു കൊടുത്താലുണ്ടല്ലോ, അഞ്ജലിയുടെ ആഗ്രഹങ്ങളൊക്കെയും സ്വപ്നങ്ങളൊക്കെ മണ്ണടിയും. അതുകൊണ്ട് അഞ്ജലിനെ ഇപ്പൊ കല്യാണം കഴിപ്പിക്കല്ല മുത്തശ്ശ. അതുമല്ലാണ്ട് അഞ്ജലി ചെറിയ കൊച്ചല്ല മുത്തശ്ശ. എന്തിനാ ഇത്രയും പ്രായമായ ഒരാൾക്ക് അഞ്ജലിനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത്? ഞാൻ വേണമെങ്കിലേ ഞങ്ങളുടെ നാട്ടിലെ കല്യാണം കഴിയാത്ത വലിയ ചേച്ചിമാരൊക്കെ ഉണ്ടാവും. അവർ വേണേല് ഈ ചേട്ടനെ ആലോചിക്കാം. ഇപ്പൊ അഞ്ജലി ഈ ചേട്ടന് കല്യാണം കഴിപ്പിച്ച് കൊടുക്കില്ല മുത്തശ്ശ. പ്ലീസ് മുത്തശ്ശ, എങ്ങനെയും ഈ കല്യാണം ഒന്ന് മടക്കും മുത്തശ്ശ. മോനെ, കൂടെ പഠിക്കുന്ന നിനക്ക് തന്നെ അവളെ ഓർത്തിട്ട് ഇത്ര വിഷമം. പക്ഷെ എന്തു പറയാനാ, സ്വന്തം പേരക്കുട്ടിയായ അവളെ ഓർത്തിട്ട് ആ തള്ളക്ക് ഇത്തിരി പോലും വിഷമില്ല. പ്ലീസ് മുത്തശ്ശ, നിങ്ങൾ എങ്ങനെയും നാട്ടിൽ വന്നിട്ട് ആ സരോജ ആന്റിയോട് വന്നിട്ട് ഈ ചെക്കനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും മുത്തശ്ശ. ശരി മോനെ, ഞാനേ ആ സരോജത്തിന് എങ്ങനെയും കണ്ടിട്ട് അവിടെ എങ്ങനെയും ഈ കാര്യമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം. മോന് ഇവിടെ വന്ന് എന്നെ കണ്ട കാര്യം ആർക്കും അറിയണ്ട കേട്ടോ. ഞാൻ എന്റെ ജീവൻ പോയാലും വേണ്ടില്ല, എങ്ങനെ എന്ത് നടന്നിട്ടാണേലും ആ സരോജത്തിന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം കേട്ടാ. മോന് ഇവിടുന്ന് പെട്ടെന്ന് പോയിക്കും. മോനെ ആരും ഇവിടെ കാണണ്ട, മോന് പെട്ടെന്ന് പോയിക്കേ. എന്തുവാ മനുഷ്യ ഇവിടെ നടക്കുന്നേ? ഞാനറിയാതെ എന്തുവാ നിങ്ങൾ ഈ ചെറിയ പയ്യന്റെ കൂടെ കൂടി നിന്ന് കാണിക്കുന്നേ? അയ്യോ, അത് വേറെ ഒന്നുമല്ലടി. ഇവന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് വന്നതാണ് ഇത്ര. അപ്പൊ ഇവന് വഴി അറിയില്ല, അതുകൊണ്ട് വഴി ചോദിച്ച് നിന്നതാ. അതെങ്ങനെയാ മനുഷ്യ ഞാൻ വന്ന പാടെന്നെ കഥകളൊക്കെ മേനെയാൻ അറിയുന്നത്? അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അയ്യോ, ഈ തള്ള. ഓ, അപ്പൊ മറിഞ്ഞു നിന്ന് എല്ലാം കേട്ടല്ലേ? ഇനി നീ കേട്ടോ, ആ അഞ്ജലിയുടെ ജീവിതം നീ ആയിട്ട് നശിപ്പിക്കാൻ നിൽക്കണ്ട. ഞാൻ അതിന് സമ്മതിക്കില്ല. എന്റെ പൊക്കിന് ജീവനുണ്ടെങ്കിൽ ഈ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. ഓ, അപ്പൊ ജീവൻ ഇല്ലെങ്കിൽ നടത്താൻ സമ്മതിക്കുമല്ലോ. എടാ മോനെ രാഹുലെ, നീ ഒന്നിങ്ങോട്ട് വന്നേ. ഈ മനുഷ്യനെ നമ്മൾ ഇല്ലാത്ത സമയം നോക്കിയിട്ട് ആ കല്യാണം മുടക്കാനുള്ള ഓരോ കളികൾ ചെയ്തോണ്ടിരിക്കുക. മോനെ, നീ പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടും. എന്നിട്ട് ആ സരോജത്തോട് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറ. പെട്ടെന്ന് പോ മോനെ. അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? അയ്യോ അയ്യോ മുത്തശ്ശ, എണീക്കും മുത്തശ്ശ, വല്ലതും പറ്റിയോ മുത്തശ്ശ? ആ അയ്യോ, ആരെങ്കിലും ഓടി വരണേ. അയ്യോ 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 മുത്തശ്ശി, നിങ്ങൾ എന്തുവായി കാണിക്കുന്ന? വിടും മുത്തശ്ശി. എടാ മോനെ, നിനക്കറിയാവോ ഇങ്ങേരില്ലേ നമ്മുടെ പിന്നിലിരുന്ന് ആ കല്യാണം മുടക്കാൻ നോക്കുക. മുത്തശ്ശ, വല്ലതും പറ്റിയോ മുത്തശ്ശ? മോനെ, നീ എങ്ങനെയും ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. എന്നിട്ട് ആ സരോജത്തോട് കാര്യങ്ങളൊക്കെ പറ. മോൻ ഇവിടുന്ന് പെട്ടെന്ന് പോയിക്കോ. ആ ശരി മുത്തശ്ശ. എടാ മോനെ രാഹുലെ, ഇവന് വന്ന് പിടിച്ചേ. അയ്യോ, എന്റെ തല. അവിടെ കിടക്ക്. ആ മുത്തശ്ശിക്ക് ഇപ്പൊ എന്തു പറ്റിയതാ? ഇവനെന്തിനാ മുത്തശ്ശി അടിക്കുന്നത്? എടാ നിനക്കൊന്നും അറിയില്ല, ഇവനെ നിന്റെ കല്യാണം നിർത്താൻ നോക്കുമായിരുന്നു. അയ്യോ, ഞാൻ എന്തിനാ ചേട്ടന്റെ കല്യാണം നിർത്തുന്നത്? ഇല്ല, ഞാൻ നിർത്താനൊന്നും വന്നില്ല. എടോ, താന്റെ കല്യാണം നിർത്താനും മാത്രമായോ? അയ്യോ ചേട്ടാ, എനിക്കൊന്നും അറിയില്ല ചേട്ടാ. ഞാൻ ചേട്ടന്റെ കല്യാണം എങ്ങനെ നിർത്താനാ? എടോ, തന്നെ ഈ നാട്ടിൽ ഇനി കണ്ടുപോകരുത്. പെട്ടെന്ന് പോയോ ഇവിടുന്ന്. മോനെ, ഇവൻ അങ്ങനെ വിടാൻ പറ്റില്ല. ഇവന് വിട്ടാലുണ്ടല്ലോ നേരെ സരോജത്തിന്റെ വീട്ടിൽ പോയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ പറയും. അയ്യോ, ഈ കിളവി എന്നെ പിടിച്ചിവിടെ നിർത്തുന്നാ തോന്നുന്നത്. ഇനി എങ്ങനെ ഞാൻ പോയിട്ട് അഞ്ജലിയുടെ നിശ്ചയം മുടക്കും? എടോ, തന്നെ കാണാൻ ചെറിയ കുട്ടിയെ പോലെ ഉണ്ടല്ലോ. എന്നിട്ട് താൻ ചെയ്യുന്ന പണിയാണോ ഇതൊക്കെ? ചേട്ടാ, എന്നെ വീട് ചേട്ടാ, പ്ലീസ് ചേട്ടാ. എന്നെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ തേടും ചേട്ടാ. പ്ലീസ് ചേട്ടാ, എന്നെ വീട് ചേട്ടാ. എനിക്ക് വൈകുന്നേരം ഒരു കല്യാണത്തിന് പോകാനുണ്ട്. പ്ലീസ് ചേട്ടാ, ഇപ്പൊ പോയില്ലെങ്കിൽ എന്നെ അമ്മ വഴക്ക് പറയും ചേട്ടാ. പ്ലീസ് ചേട്ടാ, എന്നെ വീട് ചേട്ടാ. അയ്യേ, ഈ ചെക്കനെ പിടിച്ചു വെച്ചിട്ട് ഞാനെന്ത് ചെയ്യാനാ? നീ പോയിക്കോ. ഇനി എൻ്റെ കൺമുമ്പിൽ കണ്ടുപോയരുത് കേട്ടല്ലോ.
താങ്ക്സ് ചേട്ടാ, താങ്ക്സ്. എടാ ഇവനെ വിട്ടാലുണ്ടല്ലോ, ഇവനെ പെണ്ണിന്റെ വീട്ടിൽ പോയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ പറയും, പിന്നെ കല്യാണം നടക്കില്ല. എടോ താൻ എവിടെയാ പോകുന്നത്? അവിടെ നിന്നല്ലേ. അയ്യോ, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ, അയ്യോ. മതി മതി, നിർത്ത്. ഇനി ആ പാവത്തിനൊന്നും ചെയ്യണ്ട. എടാ മോനെ രാഹുല്, ഇനി നിർത്ത്. ഇനി എങ്ങാനും ഇവനെ ചത്തുപോയാലുണ്ടല്ലേ നമ്മുടെ മേലിൽ കേസാ. വാ നമുക്ക് വീട്ടിലോട്ട് പോവാനുള്ള സമയമില്ലേ.